എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. 4 മണി ചായയുടെയൊക്കെ കൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു പാനിൻ്റെ വലിപ്പം അനുസരിച്ചാണ് കേട്ടോ നമുക്കിതിലേക്ക് എത്ര ബ്രെഡ് വേണമെന്നുള്ളത്. എനിക്കിപ്പോൾ ഇതിലേക്ക് ഒരു 6 ബ്രെഡാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ചും കൂടി ഒരു നീറ്റായിട്ട് നല്ല ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നടുക്കത്തെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ ബ്രെഡും നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രെഡെല്ലാം കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. 6 പീസ് ബ്രെഡാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ മുട്ടയാണ്. ഒരു 3 മുട്ടയാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു 3 കോഴിമുട്ട ഇതുപോലെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ വറ്റൽമുളക് പൊടിച്ചതാണ്, ചില്ലി ഫ്ലേക്സ്. അത് നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് കേട്ടോ. പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു റൗണ്ട് ഒരു പാനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാനിലേക്ക് ഇനി നമുക്ക് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടർ തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡില്ലേ, ആ ഒരു ബ്രെഡ് കഷ്ണങ്ങളെല്ലാം തന്നെ ഇതുപോലെ നമ്മളൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് അതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗം വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ബ്രെഡെല്ലാം നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ബ്രെഡ് നമ്മളൊന്ന് മൊരിയിച്ചിട്ട് എടുക്കുക ചെറിയതായിട്ട്. ഒരുപാടങ്ങ് മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ബ്രെഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗിൻ്റെ ഒരു ബാറ്റർ ഇല്ലേ, ആ ഒരു ബാറ്റർ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആ ഒരു മുട്ടയുടെ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശേഷം തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡ് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. കരിഞ്ഞൊന്നും പോകരുത്. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു 1.5 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് കുക്കായി ഒന്ന് ഉറച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചട്ടുകം വെച്ചിട്ട് മറിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മറിച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇത് പൊട്ടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ആദ്യം ഒന്ന് മാറ്റിയിട്ട് ആ ഒരു പ്ലേറ്റ് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് മറിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ പിസ്സ സോസ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാം. അപ്പോൾ സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചീസും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പിസയ്ക്കകത്തൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു വെജിറ്റബിൾസ് ഒക്കെ ഇല്ല, ക്യാപ്സിക്കം, അതുപോലെ തന്നെ സവാള ഇതുപോലെ കട്ട് ചെയ്തത്, തക്കാളി ഇതുപോലെ ഒരു വെള്ളവും കുരുവും എല്ലാം കളഞ്ഞിട്ട് ആ ഒരു കട്ടിയുള്ള ഭാഗം മാത്രം എടുത്ത് കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് വെതറിയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസും ഇതുപോലെ എല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചത് കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് വെതറിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്ത് കൊടുത്ത് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു ചീസും കൂടെ ഒന്ന് മെൽറ്റായി ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒരു ഹാഫ് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക്
ഇതങ്ങ് എടുക്കാനാണ്. അപ്പോൾ ഇതുണ്ടല്ലോ കുറച്ച് സമയം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ചീസൊക്കെ നല്ല പോലെ തന്നെ നമുക്കിവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സ് അല്ലേ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.